സ്നേഹമില്ലാത്തിടത്ത് എത്ര പേർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ നാമൊക്കെ തനിച്ചാണ് പ്രിയപ്പെട്ടവരെ. ഒരു പാർക്കിൽ സായം സന്ധ്യയിൽ അപ്പനും മകളും കൂടെ എത്തുകയാണ്. കുഞ്ഞുമകളുടെ പ്രായമുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ച് ആർത്തുല്ലസിച്ച് നടക്കുകയാണ്. അവൾ അവളുടെ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച, ഞാനും ഈ മക്കളുടെ കൂടെ കളിക്കുവാനായിട്ട് പൊക്കോട്ടെ എന്ന്. അപ്പൻ മൗനാനുവാദം നൽകി. അവളിങ്ങനെ കൂട്ടുകാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം അപ്പൻ മകളെ വിളിച്ചു, മോളെ പോണ്ടേ, സമയം ഒത്തിരിയായി. ഇല്ല അപ്പച്ച, ഒരു 5 മിനിറ്റും കൂടെ എന്ന് അവൾ മറുപടി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 5 മിനിറ്റ് നീണ്ട് മണിക്കൂറുകളായി. ഈ അവസരത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ബെഞ്ചിൽ തൊട്ടടുത്തിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, ക്ഷമയുള്ള ഒരു അപ്പനാണ് അല്ലേ എന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞു, എന്നെ ക്ഷമ പഠിപ്പിച്ചത് എൻ്റെ മകനാണ് എന്ന്. ഇദ്ദേഹത്തിന് വലിയ ദുഃഖത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഇങ്ങനെ ചോദിച്ചു മാത്രയിൽ അണപൊട്ടിയ പോലെ ആ ദുഃഖങ്ങളും വേദനകളും തൊട്ടടുത്തിരുന്ന ആ വ്യക്തിയോട് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകനാ എന്നെ ക്ഷമ പഠിപ്പിച്ചത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു അപകടത്തിൽ അവൻ മരിച്ചു. ഇനി ഞാനും മകളും മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് കരയുവാനായിട്ട് തുടങ്ങുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ്സിൽ അടിക്കടി ഉയർച്ചയായിരുന്നു. രാത്രിയിലൊക്കെ അവൻ എന്നെ കാത്തിരിക്കുമായിരുന്നു. 9:30-10 മണി സമയം വരെയൊക്കെ അവൻ എന്നെ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അമ്മയോട് പറയുമായിരുന്നു, അമ്മേ, പപ്പ വരുമ്പം പറയണം കേട്ടോ, ഞാൻ ഇത്ര സമയം കാത്തിരുന്നു എന്ന്. രാവിലെ ഞാൻ ഉണരുന്നതിന് മുൻപ് പോവരുതേ, എന്നോട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോവാവുള്ളെന്ന് ഡാഡിയോട് പറയണം കേട്ടോ അമ്മേ എന്ന് പറഞ്ഞാണ് ഈ മകന് ഉറങ്ങാൻ പോകുന്നത്. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് രാവിലെ അങ്ങനെ ചെയ്യുവാൻ സാധിച്ചില്ല, കാരണം നേരത്തെ തന്നെ പോകണമായിരുന്നു. ഞായറാഴ്ചകളിൽ പോലും എനിക്ക് ഒന്ന് ഫ്രീ ആകാനോ ഒന്നും സാധിച്ചില്ല. കാരണം എന്താ, ഈ മകന് വേണ്ടി മകൾക്ക് വേണ്ടി ജീവിക്കണം, അവർക്ക് വേണ്ടി ധാരാളം സമ്പാദിക്കണമെന്ന ആഗ്രഹമൊക്കെ എനിക്കുണ്ടായി. ഞാൻ അതിലാണ് ശ്രദ്ധിച്ചത്. എന്നാൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. അവൻ അപകടത്തിൽ മരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനൊക്കെ വലിയൊരു വിലയുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമകൾ എത്ര സമയമെടുത്താലും എനിക്ക് കുഴപ്പമില്ല, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ട് മാത്രമേ ഞാൻ മറ്റു പല കാര്യങ്ങൾ നേടിയിട്ട് കാര്യമുള്ളൂ എന്ന്. സ്നേഹമുള്ളവരെ, ജീവിതം ഇതാണ്. നമ്മൾ ആരെയും തനിച്ചാക്കി പോകരുതേ. ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലതാണ്. പക്ഷേ ആരെയും തനിച്ചാക്കി പോവരുതേ. സാന്നിധ്യമില്ല എങ്കിലും നമുക്കവരെ വിളിക്കാം, സ്വാന്തനങ്ങൾ പറയാം, സ്വാന്തന വാക്കുകൾ കൊടുക്കാം. എത്ര തിരക്കാണെങ്കിലും വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചെന്ന് അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുവാൻ നമ്മൾക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആരെയും തനിച്ചാക്കി പോവരുതേ. സ്നേഹിക്കാൻ ധാരാളം വ്യക്തികളെ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ഈ എല്ലാ വ്യക്തികളും നമ്മളുടെ ഹൃദയസ്പന്ദനം അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചില വ്യക്തികൾ നമ്മുടെയൊക്കെ ഹൃദയസ്പന്ദനങ്ങൾ അറിയും. പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ജീവിതത്തിൽ അവസാന വാക്ക് എന്ന് പറയുന്നത് നമ്മളായിരിക്കും. ഒരു പക്ഷേ അവർക്ക് ജ്ഞാനമുണ്ടാവാം, പഠിപ്പുണ്ടാവാം, പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവാം. എന്നാൽ ജീവിതത്തിൽ വലിയ നൊമ്പരത്തിലൂടെ കടന്നു പോകുമ്പം ഇതൊന്നും വർക്കൗട്ട് ചെയ്യില്ല. ഒരു സ്നേഹിതന്, ഒരു സ്നേഹിതയ്ക്ക്, അല്ലെങ്കിൽ മനസ്സ് അടുത്തെറിഞ്ഞ് ജീവിക്കുന്ന ജീവിത പങ്കാളിക്ക് ഒരു തണലായി ആ വ്യക്തിയുടെ മുമ്പിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കും.
നീ തനിച്ചല്ല, ഞാൻ കൂടെയുണ്ട്. അതെ, ആ ഒരു പ്രചോദനം, അതാണ് ജീവിക്കുവാനുള്ള ഓജസ് ഓരോ വ്യക്തികൾക്കും പ്രദാനം ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ചുരുക്കത്തിൽ നമ്മുടെ ഒരു വാക്ക് അവർക്ക് പുതിയൊരു ജീവൻ നൽകുന്നതായിരിക്കാം. നമ്മുടെ ഒരു സാന്നിധ്യം അവർക്ക് വലിയ സന്തോഷം നൽകുന്നതായിരിക്കാം. ആയതിനാൽ ജീവിതത്തിൽ ആരെയും അകറ്റാതിരിക്കുക, ആരെയും തനിച്ചാക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മളോട് ചേർന്ന് ജീവിച്ച വ്യക്തികളുണ്ട്, വർഷങ്ങളായിട്ട് നമ്മളോട് ചേർന്ന് ജീവിച്ച വ്യക്തികൾ, കുടുംബങ്ങൾ, അവരെയൊക്കെ ഒഴിവാക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രമിക്കട്ടെ. ആരെങ്കിലും ഈ നിമിഷങ്ങളിൽ, എന്നെ കേൾക്കുന്ന അവസരങ്ങളിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെയോ പ്രതിസന്ധികളിലൂടെയോ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീര് കാണണമേ. കാരണം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം സന്തോഷത്തോടെ പരസ്പരം താങ്ങായി തണലായി ജീവിച്ച നിമിഷങ്ങളുണ്ട്. എന്നാൽ അവരുടെ അകൽച്ച തനിച്ചാക്കി പോയല്ലോ എന്ന ചിന്ത ജീവിതത്തിന് വേദനയാ പ്രദാനം ചെയ്യുന്നെങ്കിൽ ദൈവമേ, ആ പഴയ കാലഘട്ടം, ആ പഴയ സന്തോഷം അത് തിരിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോകാം, അവരെയൊക്കെ നേടിയെടുക്കുവാനായിട്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരനോട് പറഞ്ഞു, അച്ചോ, ജീവിതത്തിൽ സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു സ്നേഹിതൻ അകന്നുപോയതിനെക്കുറിച്ച് ഓർക്കുമ്പം ഭയങ്കര വിഷമമാണ്. ഞാനൊന്നും കാര്യമായി ചോദിച്ചില്ല, കേൾക്കാൻ മാത്രമേ തയ്യാറായുള്ളൂ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2.5-3 വർഷമായിട്ട് നല്ല സ്നേഹിതരായിരുന്നു. സ്കൂളിൽ ഒന്നിച്ചു പഠിക്കുന്ന കാലഘട്ടം, 10ാം ക്ലാസ് വരെ വലിയ സ്നേഹത്തോടെ മുമ്പോട്ട് പോയി. പിന്നീട് അന്നത്തെ കാലത്ത് അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സമയങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗാദറിങ് സ്കൂളിൽ സംഘടിപ്പിച്ചു. അപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. പലപ്പോഴും ഈ ഒത്തുകൂടലിന് മുൻപ് ഈ കൂട്ടുകാരന്മാരെക്കുറിച്ചും പ്രത്യേകിച്ച് ഈ കൂട്ടുകാരനെ കുറിച്ചൊക്കെ ഓർക്കുമായിരുന്നു. പിന്നീട് കണ്ടുമുട്ടിയപ്പം ഭയങ്കര സന്തോഷമായി. നമ്പറൊക്കെ കളക്ട് ചെയ്തു. മിക്ക ദിവസങ്ങളിലും ഫോൺ കോൾ ഉണ്ടായിരുന്നു, മെസ്സേജൊക്കെ അയക്കുമായിരുന്നു. എന്നാൽ അച്ചോ, ജീവിതത്തിൽ ചെറിയൊരു അബദ്ധം ഞാൻ ചെയ്തു. എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ആ സ്നേഹിതനോട് പങ്കുവയ്ക്കുമായിരുന്നു. പക്ഷേ വലിയ ദുഃഖത്തിൻ്റെ ഭാരത്തിൻ്റെ നിമിഷങ്ങളിൽ ഞാൻ 2-3 തവണ ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഒരു പ്രാവശ്യം ഫോൺ എടുത്തു, എന്നെ അധികമൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. തിടുക്കത്തിൽ ഫോൺ വെച്ചു, മെസ്സേജൊക്കെ അയച്ചു, മറുപടിയൊന്നുമില്ല. ഞാൻ ആകെ വേദനിച്ചു, വിഷമിച്ചു. ഞാൻ എന്തു ചെയ്തു? ഞാൻ വാട്സപ്പിൽ ആ കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്തു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പം അത് വേണ്ടായിരുന്നു തോന്നി, അതൊക്കെ അങ്ങ് മാറ്റി പിന്നീട് വിളിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അച്ചോ, കഴിഞ്ഞ 2.5-3 വർഷമായിട്ട് ഒരു അഡ്രസ്സും ഇല്ല. വിളിച്ചാൽ എടുക്കുകയില്ല. പിന്നെ അകലങ്ങളിൽ ആ വീട്, അങ്ങോട്ട് പോയാൽ സ്വീകരിക്കുക എന്നുള്ള ഒരു ചിന്ത. ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പിണങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, ഇദ്ദേഹം എന്തുകൊണ്ടാണ് എൻ്റെ ഫോൺ കോൾ എടുക്കാതിരുന്നതെന്ന് ഞാനിങ്ങനെ കൂടെയുള്ള സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചില്ല. ആ കാലയളവിൽ ഈ വ്യക്തിയും വലിയ ദുഃഖത്തിലൂടെ നൊമ്പരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ആ കാലയളവിൽ ആരെയും സ്വീകരിക്കാനായിട്ട് ആ വ്യക്തിക്ക് പറ്റിയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇഴയെടുപ്പമുള്ള ബന്ധങ്ങൾ സ്ഥായിയാണ്. ഇനി ഒരു സുഹൃത്തിനെ നന്നായി മനസ്സിലാക്കാനായി സാധിച്ചെങ്കിൽ മാത്രമേ ദീർഘകാലത്തേക്ക് നമുക്ക് ആ സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആയതിനാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സ്നേഹമുള്ളവരെ, പെട്ടെന്നുള്ള എടുത്തുചാട്ടം മൂലം അല്ലെങ്കിൽ വിവേകക്കുറവ് മൂലം ഒരു ബന്ധങ്ങളും അകറ്റാനായിട്ട് പാടില്ല. ആരെയും തനിച്ചാക്കി പോകാനായിട്ട് ശ്രമിക്കരുതേ. കാരണം ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളായിരിക്കാം അവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുത്തത്. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ചില അവസരങ്ങൾ, അവസാന വാക്കുകൾ നമ്മളായിരിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, അവരെ നേടിയെടുക്കാൻ, അവരെ ഒറ്റപ്പെടുത്താതിരിക്കുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇതുപോലെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഈ അവസരം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ
പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ആ പ്രതീക്ഷയുടെ പൊൻകിരണമായി ദൈവം നമ്മിലേക്ക് വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ആ ബന്ധങ്ങൾ, അതൊക്കെ ചിലപ്പോൾ ക്ഷണികമാണ്, താൽക്കാലികമാണ്, ശാശ്വതമല്ല. എങ്കിലും ജീവിക്കുന്ന ആ അത്രയും കാലഘട്ടം ഊഷ്മളമായ ബന്ധം രൂപപ്പെടുത്തി ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനം: മകനെ, മകളെ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് നീ ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസരങ്ങൾ, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ, കുടുംബ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ, ഒട്ടുമേ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ എന്തു ചെയ്യണം? ഒരു ചോദ്യചിഹ്നം. ഈ അവസരങ്ങളിൽ നമ്മളെ അറിയാവുന്ന വ്യക്തികൾക്കൊക്കെ ഒരു പരിധിയുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ, പ്രേരിപ്പിക്കാൻ, തീരുമാനങ്ങൾ പറഞ്ഞു തരാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, പേടിയാ പലർക്കും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കണോ, എങ്ങനെ ഈ വ്യക്തിയെ ഒന്ന് തിരികെ കൊണ്ടുവരാൻ പറ്റും? അതെ, അവിടെയാ വചനം പറയുന്നത്, നീ വേദനിക്കണ്ട, നീ നിശബ്ദമായി ഒന്ന് ഇരിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, മകനെ, മകളെ, ഇതാണ് വഴി, ഇതിലേ പോവുക, ആ സ്വരം ശ്രവിക്കുവാൻ സാധിക്കട്ടെ. അത് ശ്രവിക്കണമെങ്കിൽ ജീവിതത്തിൽ ശാന്തതയിലേക്ക് വരുവാനായിട്ട് സാധിക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ ടോക്കിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നു, എങ്ങനെയാണ് മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് പറ്റുക, ശാന്തതയിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് ഓർക്കുക, ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളോ കൈപ്പേറിയ അനുഭവങ്ങളോ ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ പുഞ്ചിരിക്കുന്നുണ്ടാവാം. എന്നാൽ അങ്ങനെ പുഞ്ചിരിക്കുമ്പോഴോ ചിരിച്ച് ആർത്തുല്ലസിച്ച് നടക്കുമ്പോഴോ ഓർക്കുക, അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ദുഃഖങ്ങളോ നൊമ്പരങ്ങളോ ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ടല്ല. അതിനെ നേരിട്ട വഴി, അവിടെയാ വ്യത്യാസം. നേരിട്ട വഴികളാണ് വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അപ്പോഴൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത് അത്ര എളുപ്പത്തിലെടുക്കാനൊന്നും പറ്റില്ല. ആ അവസരങ്ങളിലൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവഹിതത്തിന് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പം ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. വിതിൻ 3 to 4 days ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്, എന്താണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു തന്നത്. ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. അതെ, ദുഃഖങ്ങൾ കാണാൻ, കണ്ണുനീര് ഒപ്പാൻ, തളർന്നു പോകുമ്പം കരം പിടിച്ച് നടത്തുവാൻ ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ. അതെ, യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാ ദുഃഖങ്ങളും മാറുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാ അടിമത്തങ്ങളും ഇല്ലാതാകുന്നത്. അതെ, യേശു നാമത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവം ഇടപെടും, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവളുടെ അടുത്തേക്ക് വരും. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സ്വരം കേൾക്കുവാൻ സാധ്യമാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നത്? ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്ന പല വ്യക്തികളും പങ്കുവയ്ക്കാറുണ്ട്. അച്ചോ,
ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ട്, മാസത്തിലൊരിക്കലൊക്കെ കുമ്പസാരിക്കാറുണ്ട്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും വരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആഴമേറിയൊരു വിശ്വാസം അതുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകളെയൊക്കെ ഒന്ന് തരണം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹം സഭയെ അനേക വർഷങ്ങൾ നയിച്ച വിശുദ്ധനായ ഒരു മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊക്കെ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് കർദിനാൾമാരും ബിഷപ്പുമാരും അവരുടെ കാര്യങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പം അതത്ര എളുപ്പമല്ലായിരുന്നു എടുക്കാനായിട്ട്. സഭയെ സംബന്ധിച്ച ചില തീരുമാനങ്ങളും അതും അത്ര എളുപ്പമല്ല എടുക്കാനായിട്ട്. എതിർപ്പുകൾ ധാരാളമായിരുന്നു, ചുറ്റോട് ചുറ്റും എതിർപ്പുകൾ ധാരാളം, അനുകൂലിക്കുന്നവരെ ചുരുക്കം. ആ സമയത്തൊക്കെ അഭയം തേടിയത് എവിടെയാണെന്നറിയാമോ? മാർപ്പാപ്പയുടെ വസതിയിലെ ഒരു കുഞ്ഞു ചാപ്പലുണ്ട്, ചെറിയ ചാപ്പലുണ്ട്. അവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് ഒരു കൂട്ടുകാരനെ പോലെ ആ ദുഃഖങ്ങൾ പറയും. ദൈവമേ, ഇതാ ഒരു കാര്യം എൻ്റെ മുൻപിലുണ്ട്, തീരുമാനമെടുക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു മാർപ്പാപ്പ. ചിലപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ആ പള്ളിയിലിരുന്ന് ഉറങ്ങിപ്പോയ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വന്ന് വിളിച്ചുകൊണ്ട് ഉറങ്ങാനായിട്ട് പറഞ്ഞ് വിട്ട നിമിഷങ്ങൾ. സ്നേഹമുള്ളവരെ, ഇങ്ങനെയൊരു ആത്മബന്ധം ജീവിതത്തിൽ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ജീവിതം മാറിമറിയുക. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിലെ 34-ാമത് അധ്യായത്തിലെ 18-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നുവെന്ന്. ഹൃദയത്തിൻ്റെ നുറുങ്ങൽ, പ്രിയപ്പെട്ടവരെ, വേദനയോടെ നൊമ്പരത്തോടെ ജീവിക്കുന്നവരുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ, പറഞ്ഞാലൊട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത വേദനകൾ. ആ വേദനയിലൂടെ പോകുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ആരോടും പറയാതെ കരയുന്നവരുണ്ട്, പൊട്ടിക്കരയുന്നവരുണ്ട്, നിശബ്ദമായി ആരും കേൾക്കാതെ കരയുന്നവരുണ്ട്. അതെ, അവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഈ കാലഘട്ടങ്ങളിൽ ഏകാന്തത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട മക്കളൊക്കെ ജോലിയൊക്കെ തേടി കേരളത്തിനകത്തോ പുറത്തോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അവരുടെ ഏകാന്തത, ആരും അവരുടെ കൂടെയില്ല എന്നുള്ളൊരു ചിന്ത, മനസ്സ് പറയുന്നതനുസരിച്ച് ശരീരം പ്രതികരിക്കാതെ വരുമ്പം, ഒന്ന് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഒന്ന് തെറ്റ് വീണ് കഴിയുമ്പം, കാലിലോ കയ്യിലോ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇരിക്കുന്ന അവസരങ്ങളിൽ ഒരു കപ്പ് ചായ സ്വന്തമായിട്ട് കുടിക്കാൻ പറ്റാതെ വേദനിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ. ഇനിയുമുണ്ട്, അനാഥമന്ദിരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. മാനസിക ശാരീരിക വൈകല്യങ്ങളൊക്കെ ബാധിച്ച് ഉപേക്ഷിക്കപ്പെട്ട അനേകം മക്കളുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളെപ്പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള വ്യക്തികളായിരുന്നു പ്രിയപ്പെട്ടവരെ. അവരെന്നും മാനസിക വൈകല്യമുള്ളവരായിട്ടല്ല തുടരുന്നത്. മരുന്നൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പം അവർക്കും ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. പക്ഷേ ഇവരെയൊക്കെ ചില സ്ഥലങ്ങളിൽ കൊണ്ടാക്കിയിട്ട് തിരിഞ്ഞു നോക്കാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. മറിച്ചും എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കണ്ണുനീരോടെ പ്രിയപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ചല്ലോ, എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന എത്രയോ പേരുണ്ട്. ഞാനിതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കാരണം എന്താ, ഞങ്ങളുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഏകദേശം 300-ൽ പരം മാനസിക രോഗികൾക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ പേരെ പൂർണ്ണമായും ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവിട്ടിട്ട് തിരിഞ്ഞു നോക്കാത്തവരാണ്. അവരുടെയൊക്കെ വേദന, പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുള്ള വ്യക്തികളാണ് അവരൊക്കെ. ആരുമില്ല, മാനസിക രോഗിയെന്ന് ലേബൽ കുത്തി പണ്ട് കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നത് പോലെ പുറത്താക്കിയപ്പോൾ എന്തൊരു വേദനയാണ്. ഒരുപക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലായിരിക്കാം പൂർണ്ണമായിട്ടും സ്ഥിരമായിട്ട് നിർത്തിക്കൊണ്ട് ഇരിക്കാൻ. സാരമില്ല, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ ഉള്ളപ്പം അവരെ ഒന്ന് കാണുക, അവർ നോർമലായിരിക്കുന്ന സമയത്ത് അവരെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുക. പ്രിയപ്പെട്ടവരെ, ഇതാണ്
നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. ചുരുക്കത്തിൽ നമ്മൾ ആരെയും തനിച്ചാക്കരുതേ, നമ്മളോട് ചേർന്ന് നിന്ന ആരെയും തനിച്ചാക്കി ജീവിതത്തിൽ നിന്ന് പോകരുതേ എന്ന് മാത്രം അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെ, കുടുംബത്തെ, ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുന്നവർ, കൂടെ എല്ലാവരും ഉണ്ട്, പക്ഷേ ആരുമില്ലാത്ത അവസ്ഥ, നാഥ, അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ആമേൻ.